ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രശ്നപരിഹാരങ്ങൾ അന്തിമഘട്ടത്തിലേക്കെന്നും നേരത്തെ നിശ്ചയിച്ചതുപോലെ ജനുവരിയിൽ തന്നെ ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നും നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പതിവ് ശൈലിയിലല്ലാതെ വ്യത്യസ്തമായ സാഹചര്യത്തിലായിരിക്കും ഇത്തവണ ലീഗ് നടക്കുകയെന്നും തിരഞ്ഞെടുക്കപ്പെട്ട വേദികളിൽ മാത്രമായിരിക്കും മത്സരങ്ങൾ നടത്തപ്പെടുക എന്നും അതിനു പുറമെ ഒരു ദിവസം 3 അതിലധികമോ മത്സരങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ISLന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ക്ലബ്ബുകളോട് താൽക്കാലിക പരിഹാര മാർഗങ്ങൾ ഐകകണ്ഠേന സമ്മതം അറിയിക്കാൻ ഫെഡറേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് സായൻ മുഖർജിയുടെ ട്വീറ്റും വന്നിട്ടുണ്ട്. ISLന്റെ കാര്യത്തിൽ ദീർഘകാല പരിഹാരമാണ് വേണ്ടതെങ്കിലും പക്ഷേ ഫുട്ബോളിന് അതിന്റെ തുടർച്ച നഷ്ടപ്പെടാൻ പാടില്ല. അതിനാൽ ലീഗ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് വേണ്ടി ക്ലബ്ബുകൾ പരസ്പര സമ്മതമായ പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണമെന്നാണ് ഫെഡറേഷന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ക്ലബ്ബുകളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ISL എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ FSDലുമായിട്ടുള്ള കരാർ അവസാനിച്ചതിനാൽ ലീഗ് നടത്താൻ ഒരു ഒഫീഷ്യൽ കൊമേഴ്ഷ്യൽ പാർട്ണർ ISLനില്ല. അതിനാൽ ലീഗ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാൻ ഉൾപ്പെടെയുള്ള പല തിരിച്ചടികളും ഉണ്ടാവും. അതുകൊണ്ട് ISLലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് ലീഗ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഫെഡറേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം.